ഇന്നത്തെ അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. മുട്ടിൽ മരം മുറിക്കൽ കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ നടപടി വയനാട് ജില്ലാ കോടതി ശരിവെച്ചു. പ്രതികളായ ജോസ് കുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവരുടെ അപ്പീൽ തള്ളി. DFO മരം കണ്ടുകെട്ടിയതിനെതിരെ അഗസ്റ്റിൻ സഹോദരന്മാർ ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. എസ് വിനേഷ് കുമാർ വിശദാംശങ്ങളുമായി. വിനേഷ്, ഇതിപ്പോൾ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്നൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അത് വലിയ തിരിച്ചടിയാണ്. ഇത് വനം വകുപ്പിന് അവകാശപ്പെട്ട മരമാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അനുജ, അതിനകത്ത് ചെറിയൊരു കാര്യം, അത് വനം വകുപ്പിനല്ല, റവന്യൂ വകുപ്പിനാണ്. കാരണം റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയാണ്, ഉപാധികളോടെ പട്ടയം അനുവദിച്ച ഭൂമിയിൽ നിന്നാണ് ഈ മരം മുറിച്ചിട്ടുള്ളത്. 2020 ഉത്തരവിൻ്റെ മറവിലായിരുന്നു ഇങ്ങനൊരു മരമുറി നടന്നിട്ടുള്ളത്. വലിയ തോതിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഈട്ടിക്കൊള്ളയാണ് നടന്നത്. 120 മരങ്ങളാണ്, 120 മരത്തടികളാണ് വനം വകുപ്പ് കണ്ടെടുത്തത്. പക്ഷേ ഇതിൻ്റെ അവകാശം, പൂർണ്ണമായ അവകാശം, ഇതിൻ്റെ കസ്റ്റോഡിയൻഷിപ്പ് റവന്യൂ വകുപ്പിനാണ്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങളെല്ലാം തന്നെ വനം വകുപ്പാണ് പിടിച്ചെടുത്തതെങ്കിൽ പോലും ഇത് റവന്യൂ വകുപ്പിന് അവകാശപ്പെട്ടതാണ്. സ്വാഭാവികമായും നമുക്കറിയാം, 2020 റവന്യൂ വകുപ്പാണ്, അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ജയതിലക് IAS ആയിരുന്നു ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കിയത്. ഉത്തരവ് ഇങ്ങനെയായിരുന്നു: നട്ടു വളർത്തിയതും കിളിർത്തതുമായ 1960 ശേഷമുള്ള മരങ്ങൾ മുറിക്കാനായിരുന്നു അനുമതി. പക്ഷേ ആ അനുമതിയുടെ മറവിൽ, ഈ ഉത്തരവിൻ്റെ മറവിൽ വ്യാപകമായി തന്നെ ഈ അഗസ്റ്റിൻ സഹോദരങ്ങൾ 100 മുതൽ 250 വർഷം വരെ പഴക്കമുള്ള മരങ്ങൾ വെട്ടിക്കടത്തുകയുണ്ടായത്. ഈ കടത്തിയ മരങ്ങൾ അന്നത്തെ മേപ്പാട് റേഞ്ച് ഓഫീസറായ MK സമീറിൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് നിന്ന് പിടികൂടുകയും പിന്നീട് സൗത്ത് വയനാട് DF ഇടപെട്ടത് കണ്ടുകെട്ടുകയും ചെയ്തു. ഈ കണ്ടുകെട്ടിയ കണ്ടുകെട്ടിയ നടപടിക്കെതിരെയാണ് ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ 3 പേരും ഇത് സംബന്ധിച്ച് കോടതിയിൽ അപ്പീൽ നൽകുകയാണുണ്ടായത്. ഈ അപ്പീൽ തള്ളിക്കൊണ്ടാണ് കണ്ടുകെട്ടിയ നടപടിയെ കോടതി, ഇപ്പോൾ വയനാട് ജില്ലാ കോടതി ശരിവെച്ചിട്ടുള്ളത്. പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. കാരണം തങ്ങൾ അത്തരത്തിലുള്ള വീട്ടിക്കൊള്ള നടത്തിയിട്ടില്ല എന്ന് മുറയ്ക്ക് എല്ലാ സമയങ്ങളിലും പ്രതികൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ മാധ്യമങ്ങളിലൂടെ വന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈട്ടിക്കൊള്ള, ഇത് മരം മുറിച്ചതാണ്, ഇത് വനം വകുപ്പിന്, ഇത് സർക്കാരിന് അവകാശപ്പെട്ട, റവന്യൂ വകുപ്പിന് അവകാശപ്പെട്ട മരമാണ് കണ്ടുകെട്ടിയിട്ടുള്ളത് എന്നാണ് വളരെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു. ഇനി വരുന്നത് ഈ മുറിച്ച ആളുകൾ കുറ്റക്കാരാണോ എന്നുള്ളതാണ്. കുറ്റക്കാരാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കോടതിയിലെത്തുമ്പോൾ കേസിൻ്റെ സ്വഭാവം 1960 ശേഷം നട്ടു വളർത്തിയതും കിളിർത്തതുമായ മരങ്ങളാണെങ്കിൽ 2020-21 കാലയളവിൽ ഇത് മുറിക്കുമ്പോൾ പരമാവധി 60 വർഷം മാത്രമേ പഴക്കമുണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ അഗസ്റ്റിൻ സഹോദരങ്ങൾ മുറിച്ച മരങ്ങളാകട്ടെ 100 വർഷം മുതൽ 250 വർഷം വരെയുള്ള മരങ്ങളാണെന്നതിൻ്റെ DNA പരിശോധനയിലൂടെ വ്യക്തമായതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതികൾക്കെതിരെ നടപടി ഉണ്ടാവും, അല്ലെങ്കിൽ കോടതി കൃത്യമായി തന്നെ ഇതിൽ ശിക്ഷ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമവിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. വനം വകുപ്പ് ഇതുവരെ എടുത്തിരിക്കുന്നത് 41 കേസാണ്. ഇതിൽ 28 കേസുകളിലാണ് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത്. 28 കേസ് കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് ഒറ്റ വിധിയായിട്ട് ഈ അപ്പീൽ തള്ളിയിട്ടുള്ളത്. അതുകൂടാതെ 120 കേസുകളാണ് മൊത്തമുള്ളത്. പോലീസും വനം വകുപ്പും റവന്യൂ വകുപ്പും എല്ലാം കൂടെ ചേർന്ന് 120 കേസുകൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടി ഇഴഞ്ഞാണെങ്കിൽ പോലും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരെ വരെ പോലും സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ഇത്തരത്തിൽ ഈ പ്രതികൾ നീക്കം നടത്തി എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പുറത്തു വന്നതാണ്. എന്തായാലും 2020 നടന്നിരിക്കുന്ന ഈ ഒരു മരംകൊള്ള, 2020-നും 21 ആദ്യ മാസങ്ങളിലും നടന്നിരിക്കുന്ന ഈ ഒരു മരംകൊള്ള 4-5 വർഷത്തിന് ശേഷം പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ നിർണായകമായൊരു വിധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്നതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇത് വയനാട് ജില്ലാ ജഡ്ജിയായ V. മൃദുലയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കിയിട്ടുള്ളത്. പ്രതികളെ സംബന്ധിച്ചിടത്തോളം പ്രതികൾ കൂടുതൽ പ്രതിരോധത്തിലാവും. വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റപത്രങ്ങൾ കൂടി സമർപ്പിക്കുന്നതോടുകൂടി ഈ കേസ് ഒരു നിർണായക വഴിത്തിരിവിലെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള നടപടികളൊക്കെ ഉടൻ തന്നെ ഉണ്ടാകുമെന്നതിന്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ വിനേഷ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം കുറ്റപത്രം വളരെ ഇഴഞ്ഞാണ് പോകുന്നത്. സത്യസന്ധരായ ചില അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി പോകുന്നുണ്ട്. കാരണം ഈ കേസ് അന്വേഷിച്ചിരുന്ന DYSP ബെന്നിയെ പലതരത്തിൽ ഈ പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന മലപ്പുറത്ത് DYSP ആയിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ പേര് അതിൽ ഉൾപ്പെടുത്താൻ ഒരു ശ്രമം നടത്തി. അതിനുശേഷം മറ്റൊരു സ്ത്രീയെ പോലീസ് CI ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. അതിൽ അവിടെ DYSP ആയിരുന്ന ഇയാൾക്ക് പങ്കുണ്ട് എന്നുള്ള രീതിയിൽ വരുത്താൻ ശ്രമം നടത്തി. ഇതിനെല്ലാം തന്നെ ഈ മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള ഒരു വനം മാഫിയയുടെ പങ്കുകൂടി ഉണ്ടായിരുന്നു ഈ പ്രതികൾക്ക് അനുകൂലമായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അതെല്ലാം തന്നെ പിന്നീട് പൊളിയുകയാണ് ചെയ്തത്. ഈ DYSP ബെന്നിയാണ് ഇപ്പോഴും കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റപത്രം വളരെ കൃത്യമായി തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കേസ് കഴിഞ്ഞ 4-5 വർഷമായി ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇപ്പോഴും വളരെ കുറച്ച് കുറ്റപത്രം മാത്രമാണ് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സർക്കാരിന് ഈ കേസിൽ താല്പര്യമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട്
തന്നെയാണ് ഈ കേസ് ഇങ്ങനെ ഇഴഞ്ഞാ നീങ്ങുന്നത്. അതിനിടയിലാണ് കോടതിയുടെ വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. അതാണ് മുട്ടിൽ മരമുറിക്കൽ കേസിലാണ് പ്രതികൾക്ക് വലിയ തിരിച്ചടി നേരിട്ടത്. ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ നടപടി വയനാട് ജില്ലാ കോടതി ശരിവെച്ചു. ആ നടപടിക്കെതിരെ അപ്പീൽ നൽകുകയായിരുന്നു പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ. എന്നാൽ ഈ തടികളുടെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിനാണ് പൂർണ്ണമായും എന്നാണ് വയനാട് ജില്ലാ കോടതി കണ്ടുകെട്ടിയത്. അങ്ങനെ അവർ നൽകിയ അപ്പീൽ കോടതി തള്ളുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.